എല്ലാവർക്കും നമസ്കാരം. ഞാൻ അഡ്വക്കേറ്റ് വിനയമങ്ങാട്ട്. നമ്മളുടെയൊക്കെ നിത്യജീവിതത്തിൽ നമ്മൾ ദൈനംദിനം പല പ്രൊഡക്റ്റുകളും സർവീസുകളുമൊക്കെ പണം കൊടുത്ത് വാങ്ങുകയും അത് ഉപയോഗിക്കുകയൊക്കെ ചെയ്യുന്നവരാണ്. അപ്പോൾ ഇത്തരത്തിൽ നമ്മൾ പണം കൊടുത്ത് വാങ്ങുന്ന പ്രൊഡക്റ്റുകളെപ്പറ്റിയും സർവീസുകളെപ്പറ്റിയും ഒക്കെയുള്ള പരാതികൾ നിയമപരമായിട്ട് നമ്മൾ എങ്ങനെയാണ് ഒരു കൺസ്യൂമർ എന്ന രീതിയിൽ അതിനെ കൈകാര്യം ചെയ്യേണ്ടത് എന്നതുമായി ബന്ധപ്പെട്ടാണ് ഞാൻ ഇന്ന് ഈ വീഡിയോയിൽ നിങ്ങളുമായി ഷെയർ ചെയ്യാൻ പോകുന്നത്. 1986 ഫോം ചെയ്ത കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ആക്ട് എന്ന ഈ നിയമം 2019 കൂടുതൽ അമെൻഡ് ചെയ്യുകയും അപ്പോൾ ഒരു കൺസ്യൂമർ എന്ന രീതിയിൽ അവന് എല്ലാ തരത്തിലുള്ള നിയമപരിരക്ഷകളും ഉറപ്പുവരുത്തിക്കൊണ്ടാണ് ഇത്തരത്തിൽ 2019 പുതിയ നിയമം അമെൻഡ് ചെയ്തിട്ടുള്ളത്. പ്രധാനമായിട്ട് ഈ നിയമപ്രകാരം 3 തരത്തിലുള്ള കമ്മീഷനുകളെ പറ്റിയാണ് പറയുന്നത്. അതായത് ഡിസ്ട്രിക്ട് ഫോറം, സ്റ്റേറ്റ് ഫോറം, അത് കഴിഞ്ഞ് നാഷണൽ ഫോറം. ഈ 3 കൺസ്യൂമർ കമ്മീഷനുകൾക്കും കൃത്യമായ ജൂറിസ്ഡിക്ഷനുകളുണ്ട്. അതായത് നമ്മൾക്കുണ്ടാകുന്ന നഷ്ടം 1 കോടി രൂപയ്ക്കുള്ളിൽ നിൽക്കുന്നതാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഡിസ്ട്രിക്ട് കമ്മീഷൻ ഫോറത്തിലാണ് ആ കേസ് ഫയൽ ചെയ്യേണ്ടത്. അത് നേരത്തെ 1986 നിയമപ്രകാരം 20 ലക്ഷം രൂപ വരെ മാത്രമേ ഇത്തരത്തിൽ ഡിസ്ട്രിക്ട് ഫോറത്തിൽ ഫയൽ ചെയ്യാൻ പറ്റുമായിരുന്നു എന്നുണ്ടെന്നുണ്ടെങ്കിൽ 2019 പുതിയ നിയമത്തിൻ്റെ അമെൻമെൻറ്റ് പ്രകാരം 1 കോടി രൂപ വരെയുള്ള നമ്മുടെ നാശനഷ്ടങ്ങൾ നമ്മൾക്ക് ഡിസ്ട്രിക്ട് ഫോറത്തിൽ ഒരു കംപ്ലയിൻ്റ് ആയിട്ട് പരാതിപ്പെടാം. 1 കോടി രൂപ മുതൽ 10 കോടി രൂപയുടെ ഇടയിൽ നിൽക്കുന്ന നഷ്ടമാണ് നമ്മൾക്ക് ഉണ്ടായിട്ടുള്ളതെന്നുണ്ടെങ്കിൽ അത് നമ്മൾ സ്റ്റേറ്റ് കമ്മീഷൻ ഫോറത്തിലാണ് പറയേണ്ടത്. അപ്പോൾ ഈ 10 കോടി രൂപയ്ക്ക് മുകളിലേക്കുള്ളതാണെന്നുണ്ടെങ്കിൽ അത് നാഷണൽ കമ്മീഷനിലും പറയണം. ഡിസ്ട്രിക്ട് കമ്മീഷനിൽ നിന്നുണ്ടാകുന്ന അപ്പീലുകൾ അത് പോകുന്നത് സ്റ്റേറ്റ് കമ്മീഷനിലേക്കും, സ്റ്റേറ്റ് കമ്മീഷനിൽ നിന്ന് പോകുന്ന അപ്പീലുകൾ നാഷണൽ കമ്മീഷനിലേക്കുമാണ്. നമ്മൾ പണം കൊടുത്ത് വാങ്ങിയിട്ടുള്ള സർവീസ് ആയിക്കോട്ടെ, പ്രൊഡക്റ്റ് ആയിക്കോട്ടെ, അതിൻ്റെ ക്വാളിറ്റിയുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ അതിൻ്റെ സർവീസുമായി ബന്ധപ്പെട്ട് അങ്ങനെ ഏതെങ്കിലും തരത്തിലുള്ള ഇത്തരത്തിലുള്ള കംപ്ലയിൻറ്റുകൾ നമ്മൾ ആദ്യം ഫയൽ ചെയ്യേണ്ടത് ഡിസ്ട്രിക്ട് ഫോറത്തിലാണ്. അത് 1 കോടി രൂപയിൽ താഴെ വരികയാണെന്നുണ്ടെങ്കിൽ. ഈ ആക്റ്റിലെ സെക്ഷൻ 36 പ്രകാരം ഒരു ഉപഭോക്താവിന് നേരിട്ടോ അല്ലെങ്കിൽ ഒരു വക്കീൽ മുഖാന്തരമോ തൻ്റെ പരാതികൾ ഈ കൺസ്യൂമർ ഫോറത്തിലേക്ക് കൊടുക്കാൻ പറ്റുന്നതാണ്. ഈ ആക്റ്റിൽ തന്നെയുള്ള ഒരു സെക്ഷൻ 69 ഒരു ലിമിറ്റേഷൻ പീരീഡിനെ പറ്റി പറയുന്നുണ്ട്. അതായത് ഒരു പരാതിക്ക് അടിസ്ഥാനമുണ്ടാകുന്ന സംഭവത്തിനെ തുടർന്ന് 2 വർഷത്തിനുള്ളിലെങ്കിലും ആ കേസ് ഫയൽ ചെയ്തിരിക്കണം. പക്ഷേ കൃത്യമായ അതിൻ്റെ കാരണം ബോധിപ്പിക്കുന്നത് നിമിത്തം നമുക്ക് ആ 2 വർഷത്തിനധികമായിട്ടുള്ള ഡിലേ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് കണ്ടോൺ ചെയ്യപ്പെടാവുന്നതാണ്. അതായത് ഈ വാറണ്ടിയുമായി ബന്ധപ്പെട്ടൊക്കെയുള്ള പ്രശ്നങ്ങൾക്കൊക്കെ അവിടെ നമുക്ക് ആ രീതിയിൽ ഉപയോഗിക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ നമ്മളൊരു ഈ സെക്ഷൻ 36 പ്രകാരം ഒരു പരാതി കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ 21 ദിവസത്തിനുള്ളിൽ ഈ കൺസ്യൂമർ ഫോറം അതിലൊരു തീരുമാനം എത്തണം. ഒരു പരാതിയെ സ്വീകരിക്കാനുള്ള ഗ്രൗണ്ട്സ് അതിലില്ല എന്നുണ്ടെങ്കിൽ ഒന്നെങ്കിൽ അത് റിജക്റ്റ് ചെയ്യുകയോ അല്ലാന്നുണ്ടെങ്കിൽ ആ കംപ്ലയിൻറ്റ് ഫയൽ സ്വീകരിച്ച് അതിൻ്റെ ഓപ്പോസിറ്റ് പാർട്ടിക്ക്, അതായത് ഒരു കമ്പനി ആയിക്കൊള്ളട്ടെ അല്ലെങ്കിൽ ആ വസ്തു നമ്മൾക്ക് വിറ്റ ആൾ ആയിക്കോട്ടെ ആരാണെന്നുണ്ടെങ്കിലും അവർക്ക് ഒരു നോട്ടീസ് അയക്കണം. ഇത്തരത്തിലൊരു നോട്ടീസ് കിട്ടിയതിന് ശേഷം 30 ദിവസത്തിനുള്ളിൽ തന്നെ എതിർഭാഗം അവർക്ക് ഈ പരാതിയുമായി ബന്ധപ്പെട്ട് പറയാനുള്ള കാര്യങ്ങൾ കോടതിയിൽ നേരിട്ടോ അല്ലെങ്കിൽ ഒരു വക്കീൽ മുഖാന്തരം അവരറിയിക്കേണ്ടതാണ്. ഇത്തരത്തിൽ എതിർഭാഗത്തിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് കേട്ടതിന് ശേഷം ഈ കൺസ്യൂമർ ഫോറത്തിന് വേണമെന്നുണ്ടെങ്കിൽ ഇതൊരു മീഡിയേഷനിലേക്ക് റെഫർ ചെയ്യാം. അതായത് പരാതിക്കാരനും എതിർഭാഗവും കൂടി രണ്ടുപേരും സംസാരിച്ച് ഒരു സെറ്റിൽമെൻ്റ് ആകാനുള്ള സാധ്യതയുണ്ടെന്നുണ്ടെങ്കിൽ മീഡിയേഷന് പോവുകയും അവിടെ വെച്ച് അത് സെറ്റിലാകുകയും അല്ലെങ്കിൽ സെറ്റിലാകാതിരിക്കുകയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ കോർട്ട് പ്രൊസീഡിങ്സുമായിട്ട് മുൻപോട്ട് പോകും. അപ്പോൾ അവിടെ പരാതിക്കാരന് തനിക്ക് ഇതുമായി ബന്ധപ്പെട്ടുള്ള എല്ലാ തെളിവുകളും, അതിൻ്റെ ബില്ല്, അതിൻ്റെ ഇൻവോയ്സ് തുടങ്ങിയ എല്ലാ കാര്യങ്ങളും കോടതിയിൽ പ്രൊഡ്യൂസ് ചെയ്യാം. അതുപോലെ തന്നെ കൂടുതൽ ഏതെങ്കിലും തരത്തിലുള്ള സയൻറ്റിഫിക് അസിസ്റ്റൻസ് വേണമെന്നുണ്ടെങ്കിൽ, എക്സ്പേർട്ടുകളുടെ അസിസ്റ്റൻസ് വേണമെന്നുണ്ടെങ്കിൽ അതും കോടതി മുഖാന്തരം ചെയ്യാവുന്നതാണ്. ഇത്തരത്തിൽ 2 ഭാഗത്തിൻ്റെയും അവരുടെ കയ്യിലുള്ള എവിഡൻസുകളും അവർക്ക് പറയാനുള്ള കാര്യങ്ങളും കൺസ്യൂമർ ഫോറം വിലയിരുത്തതിന് ശേഷം ഒരു വിധി പറയും. ഇത്തരത്തിൽ ഒരു കൺസ്യൂമർ പരാതിയിന്മേൽ ഒരു ഡിസ്ട്രിക്ട് ഫോറം പുറപ്പെടുവിക്കുന്ന ഉത്തരവിന് മേൽ അപ്പീൽ പോകേണ്ടത് അതിൻ്റെ സ്റ്റേറ്റ് കമ്മീഷനിലേക്കാണ്. അതായത് ഈ വിധി വന്നതിന് ശേഷം 30 ദിവസത്തിനുള്ളിൽ തന്നെ ഈ വിധിയിൽ സംതൃപ്തനല്ലെന്നുണ്ടെങ്കിൽ എതിർഭാഗത്തിനോ അല്ലെങ്കിൽ പരാതിക്കാരനോ സ്റ്റേറ്റ് കമ്മീഷനിലേക്ക് വീണ്ടും അപ്പീലുമായി പോകാവുന്നതാണ്. ഡിസ്ട്രിക്ട് ഫോറത്തിലോ സ്റ്റേറ്റ് ഫോറത്തിലോ ഒരു ഉപഭോക്താവ് എന്ന രീതിയിൽ ഒരു പരാതി ഒരാൾ കൊടുക്കുമ്പോൾ ആ പരാതിയുടെ 4 കോപ്പികൾ ആ ഫോറത്തിലേക്ക് കൊടുക്കേണ്ടതാണ്. അതുകൂടാതെ തന്നെ എത്ര എതിർകക്ഷികളുണ്ടോ അത്ര എതിർകക്ഷികൾക്ക് കൊടുക്കുവാനായിട്ടുള്ള ഒരു പകർപ്പും കൂടെ നമ്മൾ അതിൽ വെക്കേണ്ടതാണ്. അതുപോലെ തന്നെ ഈ പരാതിയോടൊപ്പം തന്നെ ഒരു ചെറിയൊരു കോർട്ട് ഫീസ് കൂടി നമ്മൾ അടയ്ക്കേണ്ടതാണ്. ആ പരാതിയുമായി ബന്ധപ്പെട്ടുള്ള ആ പ്രൊഡക്റ്റിൻ്റെയോ സർവീസിൻ്റെയോ മതിപ്പ് വില 1 ലക്ഷം രൂപയുടെ ഉള്ളിൽ നിൽക്കുന്നതാണെന്നുണ്ടെങ്കിൽ അതിന് പ്രത്യേകിച്ച് കോർട്ട് ഫീസ് ഒന്നുമില്ല. ഈ 1 ലക്ഷം രൂപ മുതൽ 5 ലക്ഷം രൂപ വരേക്ക് ഉള്ളിൽ നിൽക്കുന്നതാണെന്നുണ്ടെങ്കിൽ അതിന് 200 രൂപയും, 5 ലക്ഷം രൂപ മുതൽ 10 ലക്ഷത്തിനുള്ളിൽ നിൽക്കുന്നതാണെന്നുണ്ടെങ്കിൽ അതിന് 400 രൂപയും, 10 ലക്ഷം മുതൽ 20 ലക്ഷം വരെയാണെന്നുണ്ടെങ്കിൽ പിന്നീട് അതിന് 500 രൂപ, ആ രീതിയിൽ മുമ്പോട്ട് പോകുന്നതാണ്. ഈ കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ആക്റ്റിൽ ഏതെങ്കിലും തരത്തിൽ കൺസ്യൂമറെ ചീറ്റ് ചെയ്യുന്നതും മിസ്ലീഡ് ചെയ്യുന്നതുമായിട്ടുള്ള കുറ്റങ്ങൾക്കെതിരായിട്ടുള്ള കൃത്യമായിട്ടുള്ള പണിഷ്മെൻറ്റുകളെ പറ്റിയും പ്രതിപാദിക്കുന്നുണ്ട്. ഈ ആക്റ്റിൽ സെക്ഷൻ 89
ഒരു പ്രൊഡക്റ്റിനെ പറ്റിയോ അല്ലെങ്കിൽ ഒരു സർവീസിനെ പറ്റിയോ ഏതെങ്കിലും രീതിയിലുള്ള മിസ്ലീഡ് ചെയ്യുന്നതും അല്ലെങ്കിൽ തെറ്റായിട്ടുള്ള പരസ്യങ്ങൾ കൊടുക്കുന്നത് വഴി 2 വർഷം വരെ തടവും 10 ലക്ഷം രൂപ ഫൈനും കിട്ടാവുന്ന ഒരു കുറ്റമായിട്ട് ഈ 2019 ഈ ആക്റ്റിൽ അത് അമെൻഡ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ തെറ്റ് വീണ്ടും ആവർത്തിക്കുകയാണെന്നുണ്ടെങ്കിൽ അത് 5 വർഷം വരെ തടവും 50 ലക്ഷം രൂപ വരെ പിഴയും കിട്ടാവുന്ന ഒരു വലിയൊരു കുറ്റമാണ്. അതുപോലെ തന്നെ ഈ ആക്റ്റിലെ സെക്ഷൻ 90ൽ ഏതെങ്കിലും പ്രൊഡക്റ്റിൽ ഏതെങ്കിലും തരത്തിലുള്ള മായം കലരുകയോ എന്നിട്ട് പിന്നീട് അത് നിമിത്തം ആ ഒരു കൺസ്യൂമർക്ക് അതിന് എന്തെങ്കിലും തരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുകയോ ചെയ്തു കഴിഞ്ഞാൽ അതിന് കൃത്യമായിട്ടുള്ള നിയമപരിരക്ഷകൾ ഈ സെക്ഷൻ ഉറപ്പുവരുന്നുണ്ട്. ഇത്തരത്തിൽ മായം കലർന്നോ അല്ലെങ്കിൽ ഏതെങ്കിലും രീതിയിലുള്ള ക്രമക്കേടുകൾ സംഭവിച്ചതുമായിട്ടുള്ള ഒരു പ്രൊഡക്റ്റാണ് വിൽക്കുന്നതെന്നുണ്ടെന്നുണ്ടെങ്കിൽ അതിന് 6 മാസം തടവും 1 ലക്ഷം രൂപ വരെ പിഴയും കിട്ടാവുന്ന ഒരു കുറ്റമാണത്. സെക്ഷൻ 90 സബ് ക്ലോസ് ബിയിൽ പറയുന്നത് ഒരു കൺസ്യൂമർ ഇത്തരത്തിൽ മായം കലർന്ന ഏതെങ്കിലും ഒരു പ്രൊഡക്റ്റ് ഉപയോഗിച്ചതിന് ശേഷം അയാൾക്ക് ഏതെങ്കിലും രീതിയിലുള്ള ശാരീരിക ബുദ്ധിമുട്ടുകൾ സംഭവിച്ചു കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ 1 വർഷം വരെ തടവും 1 ലക്ഷം രൂപ വരെ പിഴയും കിട്ടാവുന്ന ഒരു കുറ്റമാണത്. ഇത് കൂടാതെ തന്നെ ഈ സെക്ഷൻ 90ലെ സബ് ക്ലോസ് സി പ്രകാരം ഏതെങ്കിലും ഒരു ഉപഭോക്താവിന് കാര്യമായിട്ടുള്ള ശാരീരിക പ്രശ്നങ്ങൾ ഉണ്ടായിക്കഴിഞ്ഞു കഴിഞ്ഞാൽ 7 വർഷം വരെ തടവും 5 ലക്ഷം രൂപ വരെ പിഴയും കിട്ടാവുന്ന ഒരു വലിയൊരു കുറ്റമാണത്. ഈ സെക്ഷൻ 90ൽ തന്നെയുള്ള സബ് ക്ലോസ് ഡി പ്രകാരം ഏതെങ്കിലും രീതിയിലുള്ള ഒരു പ്രൊഡക്റ്റ് ഉപയോഗിച്ചതിൻ്റെ പേരിൽ ഒരു കൺസ്യൂമർക്ക് മരണം സംഭവിക്കുകയാണെന്നുണ്ടെങ്കിൽ 7 വർഷം മുതൽ ജീവപര്യന്തം വരെ ശിക്ഷ കിട്ടാവുന്ന ഒരു കുറ്റവും അതുപോലെ തന്നെ 10 ലക്ഷം രൂപ വരെ ഫൈനും ഉള്ള ഒരു കുറ്റമാണത്. ഈ കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ആക്റ്റും ഈ റിഡ്രസൽ ഫോറങ്ങളും എല്ലാം തന്നെ ഉറപ്പുവരുന്നത് ഒരു ഉപഭോക്താവിന് അല്ലെങ്കിൽ ഒരു കൺസ്യൂമർക്ക് ഏറ്റവും ചുരുങ്ങിയ സമയം കൊണ്ട് തന്നെ അവൻ്റെ പരാതികൾ പരിഹരിച്ചു കൊടുക്കുക അല്ലെങ്കിൽ ഏറ്റവും കൺവീനിയൻ്റായ രീതിയിൽ അവൻ്റെ പ്രശ്നങ്ങൾ ഒത്തുതീർപ്പാക്കി അവന് നഷ്ടപരിഹാരം കൊടുക്കുക എന്നുള്ള രീതിയിലാണ് അത് എസ്റ്റാബ്ലിഷ് ചെയ്തിരിക്കുന്നത്. സാധാരണ കോടതി വ്യവഹാരങ്ങളിൽ കാണുന്നത് പോലെയുള്ള കൂടുതൽ സമയനഷ്ടവും കൂടുതൽ പണച്ചെലവുകളൊന്നും തന്നെ ഇത്തരത്തിൽ കൺസ്യൂമർ കേസുമായി മുൻപോട്ട് പോകുന്നവർക്ക് അഭിമുഖീകരിക്കേണ്ടതായിട്ട് വരുന്നില്ല. അപ്പോൾ ഈ വീഡിയോയെ പറ്റിയുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും എല്ലാം തന്നെ നിങ്ങൾ ഇതിൻ്റെ കമൻറ്റുകളെ രേഖപ്പെടുത്തുക. അപ്പോൾ എല്ലാവർക്കും നന്ദി. സ്റ്റേ സേഫ്.